ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇത് അണ്ടർഡോഗ്സിൻ്റെ കാലമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മുടെ ക്രിസ്റ്റൽ പാലസ് FC മാഞ്ചസ്റ്റർ സിറ്റിയെ 1-0 FA കപ്പ് ഫൈനലിൽ തോൽപ്പിച്ചിട്ടുണ്ട്. 1905 നവംബർ 10 സ്ഥാപിച്ചതാണ് അവർ ക്രിസ്റ്റൽ പാലസ് FC. അതിനുശേഷം ആദ്യമായിട്ടാണ് അവരൊരു മേജർ ഒരു ടൈറ്റിൽ അടിക്കുന്നത്. ആദ്യമായിട്ട് ഏകദേശം ഒരു 119 വർഷങ്ങൾക്ക് ശേഷം അവരൊരു കപ്പ് നേടിയിരിക്കുന്നു. അതും ഇംഗ്ലീഷ് ചാമ്പ്യന്മാരായിട്ടുള്ള മാഞ്ചസ്റ്റർ സിറ്റിയെ തോൽപ്പിച്ചിട്ട് 1-0. നല്ല അടിപൊളി ത്രില്ലിംഗ് ആയിട്ടുള്ള മത്സരമായിരുന്നു. ആക്ച്വൽ മത്സരം മാഞ്ചസ്റ്റർ സിറ്റി പ്ലേയേഴ്സും അതേമാതിരി തന്നെ ക്രിസ്റ്റൽ പാലസിൻ്റെ ഗോളി ഡീൻ ഹെൻഡേഴ്സണും തമ്മിലായിരുന്നു. ഒരു പെനാൽറ്റി അടക്കം നിരവധി സേവുകളാണ് ഡീൻ ഹെൻഡേഴ്സൺ നടത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒബ്വിയസ്ലി മാൻ ഓഫ് ദ മാച്ച് ഡീൻ ഹെൻഡേഴ്സൺ തന്നെയാണ്. അത്രയും മനോഹരമായിട്ടുള്ള കളി തന്നെയായിരുന്നു. അവർ ഒരിക്കലും വിചാരിക്കാത്തൊരു റിസൾട്ടാണ് നമ്മൾ. കാരണം പേപ്പറിൽ നോക്കുമ്പോൾ മാഞ്ചസ്റ്റർ സിറ്റിയാണ് ടോപ്പർ, കുറച്ചുകൂടി മേലെ നിൽക്കുന്നത്. പക്ഷേ ഇത് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ ക്ലബ്ബുകളാണ്. സോ എല്ലാം അൺപ്രഡിക്റ്റബിൾ ആണ്. എന്തായാലും വളരെ മനോഹരമായിട്ടുള്ള മാച്ചായിരുന്നു. ക്രിസ്റ്റൽ പാലസിന് എല്ലാവിധ അഭിവാദ്യങ്ങളും. അതുപോലെ തന്നെ ഇറ്റലിയിൽ ബൊലോനിയ FC, ഇറ്റലിയിലെ ഒരു ക്ലബ്ബാണ്. അവർ 51 വർഷത്തിന് ശേഷം അവരുടെ ഒരു കപ്പ്, ആദ്യമായിട്ടൊരു കപ്പ് 51 വർഷത്തിന് ശേഷം അടിച്ചിരിക്കുന്നു. കോപ്പ ഫൈനലിൽ, ഇറ്റാലിയൻ കോപ്പ എന്നുകൊണ്ട് അവരൊരു ഡൊമസ്റ്റിക് കപ്പുണ്ട്. ആ ഫൈനലിൽ നമ്മുടെ AC മിലാനെ, ശക്തന്മാരായിട്ടുള്ള AC മിലാനെ അവർ തോൽപ്പിച്ചിട്ട് അവർക്കൊരു കപ്പടിച്ചിരിക്കുന്നു. അപ്പോൾ ഇത് മൊത്തം അണ്ടർഡോഗ്സിൻ്റെ ഒരു നല്ല കാലമാണ് തോന്നുന്നു. ഫുട്ബോൾ പ്രേമികൾക്ക് എന്തായാലും വളരെ നല്ല ഒരു റിസൾട്ടായിട്ടായിരിക്കും തോന്നിയിട്ടുണ്ടാവുക. എന്തായാലും ഫുട്ബോളിൻ്റെ ഒരു വിജയമായിട്ട് തന്നെയാണ് ഞാനിതിനെ കണക്കാക്കുന്നത്. കാരണം എത്ര ചെറിയ ടീമും എത്ര വലിയ ടീമിനെ അടിച്ചിടുന്ന ഒരു ടെൻഡൻസി ഉണ്ടല്ലോ ഫുട്ബോളിലെ, അതാണ് നമുക്കിവിടെ ശരിക്കും കാണാൻ പറ്റുന്നത്. അപ്പോൾ എന്തായാലും വിജയികൾക്കെല്ലാം അഭിവാദ്യങ്ങൾ. ഇതേപോലത്തെ അണ്ടർഡോഗ്സ് ഇനിയും ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം എല്ലാവർക്കും അണ്ടർഡോഗ്സ് ജയിച്ച് കാണാനാണ് ആഗ്രഹം. എനിക്കും അതിനാണ് ആഗ്രഹം. അപ്പോൾ നമുക്ക് ഇതേപോലെ തന്നെ ഇനിയും ഒരുപാട് ടീമുകൾ മുന്നോട്ട് വരുമെന്ന് വിശ്വസിക്കാം. അപ്പോൾ ഗൈസ്, ബൈ.